നമ്മുടെ ശശി തരൂർ തിരുവനന്തപുരത്തിൻ്റെ MP ഒരു പുതിയ പാർട്ടി രൂപീകരിക്കും എന്ന അഭ്യൂഹം വളരെ ശക്തമാണ്. എങ്ങനെ ഉണ്ടായിരിക്കും ശശി തരൂർ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാവി എന്തായിരിക്കും? അത് ഏത് മുന്നണിയിലായിരിക്കും ചേരുക? ശശി തരൂർ കേരള പൊളിറ്റിക്സിൽ നിൽക്കണമെന്ന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ രീതി അനുസരിച്ച് തിമംഗലം ഒരിക്കലും കായലിലേക്ക് കയറി വരാറില്ല. കടലിലെ പക്ഷേ ലോകത്ത് ഇന്ത്യയിൽ ഒരു തിമിംഗലമല്ല ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. തിമിംഗലങ്ങളൊക്കെ ഇന്ത്യയിലും കേരളത്തിലും ഒരുപാടുണ്ട്, മനസ്സിലായല്ലോ. അത് ഒരു തിമിംഗലം എന്ന് പറയുന്നതിൽ എനിക്ക് പ്രശ്നമുള്ളൂ. അപ്പോൾ തിമിംഗലങ്ങൾ പൊതുവെ കടലിലേക്ക് കയറി വരാറില്ല, അല്ല കായലിലേക്ക് കയറി വരാറില്ല, അത് കടലിലേ നിൽക്കുള്ളൂ. അപ്പം അങ്ങേര് തിമിംഗലമാണ്. അപ്പം അങ്ങേര് കേരള പൊളിറ്റിക്സിൽ നിൽക്കാൻ താല്പര്യമുണ്ടോയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വലിയ അദ്ദേഹത്തിന് UN-നും അതുപോലെ സെൻട്രലിൽ ഏതെങ്കിലും ഇന്റർനാഷണൽ റിലേഷനായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പദവികളൊക്കെ, ഫോറിൻ അഫയേഴ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് അങ്ങേർക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങേർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ പിന്നെ അദ്ദേഹത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ സംഭാവന ചെയ്യാം, വിദ്യാഭ്യാസം അങ്ങനെ എന്തെങ്കിലും, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, ആ ഒരു മേഖലയിൽ, കൾച്ചർ, അങ്ങനത്തെ ചില മേഖലയിൽ ചെയ്യും. കേരളത്തിലാണെങ്കിൽ അങ്ങേർക്ക് കൊടുക്കാൻ മുഖ്യമന്ത്രി സ്ഥാനം മാത്രമേ ഉള്ളൂ. അല്ല വേറെ ഒന്നുകൊണ്ട് അങ്ങേർക്ക് കാര്യമില്ല. അതിലും വലിയ അംഗീകാരം ഇന്റർനാഷണൽ ഉള്ള ഒരാളാണ്. അങ്ങനെ ഉൾക്കൊള്ളാനുള്ളൊരു പാത്രം, അതെ. ഇവിടെ ആപ്പടെ മുഖ്യമന്ത്രി കസേര ആണ് അങ്ങനെ കൊടുക്കുക. ഗവർണർ സ്ഥാനം പോലും അങ്ങേർക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പം അങ്ങനെ കേരളത്തിൽ നിൽക്കുകയാണെങ്കിൽ, കേരളത്തിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഇനിയിപ്പോൾ കോൺഗ്രസിൽ നിന്ന് അങ്ങനെ ക്ലച്ച് പിടിക്കില്ല. അങ്ങനെ തന്നെ ഇനി മത്സരിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് തിരുവനന്തപുരം. അപ്പോൾ അതുപോലെ കോൺഗ്രസ് ഇനി എങ്ങനെ അംഗീകരിക്കുക? ഇപ്പം ഞാനാണ് AICC പ്രസിഡന്റ്, ഞാൻ ഇപ്പോഴേ കാര്യം പുറത്താക്കിയിട്ടുണ്ട്. ലിമിറ്റ് ഇല്ല എല്ലാത്തിനും. അങ്ങനെ പറയുന്ന കാര്യം ഉണ്ടല്ലെന്നുണ്ടായ അയാൾ ചട്ടക്കൂടിനുള്ളിൽ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കേണ്ടതാണ്. അതെ, വർക്കിംഗ് കമ്മിറ്റി. പക്ഷേ അദ്ദേഹത്തിന് ആ ചട്ടക്കൂടുകൾക്കുള്ളിൽ നിൽക്കാൻ സാധിക്കുന്നില്ല. പുറത്തു പോകണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ തീരുമാനത്തിൽ നിൽക്കരുത്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നിൽക്കാൻ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാവുകയാണ്. ഇവിടെ ഒരു അർബൻ മിഡിൽ ക്ലാസ്സിനെ അങ്ങനെ സ്വാധീനിക്കാൻ പറ്റും. അർബൻ മിഡിൽ ക്ലാസ്സിനെ സ്വാധീനിക്കാൻ പറ്റും, സ്ത്രീകളെ സ്വാധീനിക്കാൻ പറ്റും. പക്ഷെ ശശി തരൂർ ജയിക്കുകയും ചെയ്യും. പക്ഷെ കൂടെയുള്ള ആളുകൾ ആരാന്നുള്ളത് നിർണ്ണായക. അപ്പം അങ്ങനെ ഒരു പാർട്ടി അങ്ങനെ ഉണ്ടായിക്കൊണ്ടുപോകാൻ തിരുവനന്തപുരം, എറണാകുളം ഇങ്ങനെയുള്ള ചില അർബൻ സെൻറ്റേഴ്സിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ തിരുവല്ല പോലെയുള്ള കുറച്ചൊരു പ്രബുദ്ധമായ ചില പ്രദേശങ്ങളൊക്കെ UDF-നും LDF-നും ഒരേപോലെ ചലഞ്ച് ആകാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ, പക്ഷേ അത് വന്ന് MLA ആയിട്ട് അങ്ങേരിക്കുന്ന അങ്ങനെ മന്ത്രിസ്ഥാനം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഒറ്റയ്ക്ക് ജയിച്ചിട്ട് മത്സരിച്ചിട്ട് ഒറ്റയ്ക്ക് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള ഒരു ശേഷിയൊന്നും വരില്ല. നമ്മുടെ ഉൾനാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും പാർട്ടി എന്നുള്ളൊരു വികാരവും, പിന്നെ ശശി തരൂരിനെ പോലെ ഉള്ള ആളുകൾ അംഗീകരിക്കാനൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഞാനതിൽ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ, രാജീവ് ചന്ദ്രശേഖരൻ്റെ പിന്നിൽ അതിശക്തമായ ഒരു പാർട്ടി സംവിധാനമുണ്ട്, RSS എന്നുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ രാജീവിനെ അവർ അംഗീകരിച്ചല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷേ BJPക്ക് വേണ്ടി പ്രവർത്തിക്കാൻ RSS എന്നുള്ള സംവിധാനമുണ്ട് നിർണായക ഘട്ടത്തിൽ. അതുകൊണ്ടാണ്. അല്ലാതെ ഇപ്പോൾ രാജീവിന് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് രാജീവിനും അറിയാം. ഇതിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ്. ഇപ്പോൾ ശശി തരൂർ കോൺഗ്രസിൻ്റെ ഭാഗമാണെങ്കിൽ ശശി തരൂർ കൂളായിട്ട് നമുക്കറിയാം. ശശി തരൂരിനെ അവർ സർവാത്മന പിന്തുണച്ച് കഴിഞ്ഞാൽ കൂളായിട്ട് അടുത്ത തവണ അധികാരത്തിൽ ഒരാളുടെ ശേഷി വരും. ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തി കാണിച്ചാൽ ഒരു ഹൈപ്പ് ഉണ്ടാകും. പക്ഷെ ശശി തരൂർ ഒറ്റയ്ക്ക് നിന്നിട്ടോ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നിട്ടോ കാര്യമില്ല. ഈ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് വരണം. അപ്പോൾ എന്ന് വെച്ചാൽ കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയില്ലാത്ത അർദ്ധ മനസ്സോട് നിൽക്കുന്ന ഒരു മാർജിനുള്ള ഒരു 5 തൊട്ട് 10% വോട്ട് വരെ അങ്ങോട്ട് തിരിക്കാൻ പറ്റും. അതാണ് എൻ്റെ ഒരു ശേഷി. അപ്പം അങ്ങനെ തിരിക്കുമ്പോഴും കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യം വെച്ച് ഒറ്റയ്ക്ക് അങ്ങനെ ജയിച്ചു വരാൻ സാധിക്കും. അല്ല, കോൺഗ്രസ് എന്ന പാർട്ടിയും പ്ലസ് ശശി തരൂർ, ഞാൻ പറഞ്ഞു ശശി തരൂരിൻ്റെ പാർട്ടിയല്ല, കോൺഗ്രസ് എന്നുള്ള പാർട്ടിയിൽ ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരികയും ഇവർ പൂർണ്ണ സപ്പോർട്ട് നൽകുകയും ചെയ്താൽ ഉറപ്പായിട്ടും ശശിക്ക് വരാൻ പറ്റും. കാരണം ശശി തരൂരിന് കോൺഗ്രസിന് കിട്ടാതെ 10% വോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നേരത്തെ പറഞ്ഞ ഈ അർബൻ മിഡിൽ ക്ലാസ് യുവാക്കൾ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതല്ല, ഇദ്ദേഹം സ്വന്തമായിട്ട് ഒരു പാർട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്പോയിലർ ആവാൻ പറ്റും. കാരണം ഇപ്പോൾ തിരുവനന്തപുരം പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ LDF-നും UDF-നും വോട്ട് അങ്ങനെ പിടിക്കും. പിന്നെ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ നിൽക്കാൻ LDF-ന്റെ കൂടെ അങ്ങനെ നിൽക്കാൻ സാധ്യതയില്ല. കാരണം LDF സംവിധാനത്തിനുള്ളിൽ ശശി തരൂരിനെ പോലുള്ള ഒരാൾക്ക് അധികാലം പിടിച്ചേക്കാൻ പറ്റും. ഈ മാണി എന്നെ പിടിച്ചിരിക്കുന്ന ഒരു വിധമായിരിക്കും. കാരണം അത് വേറൊരു സെറ്റപ്പ് എനിക്കറിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് UDF എടുക്കുകയില്ല, അതൊരു സഭാരാഷ്ട്രീയം. അപ്പം രാജീവ് BJP ആണ് സാധ്യതയുള്ള സാധനം. കാരണം BJPക്ക് ഇങ്ങനെ പാർട്ടി വന്നു കഴിഞ്ഞാൽ സഭയിൽ ശശി തരൂരിൻ്റെ കേരളത്തിലും കൂടി കുറച്ച് വോട്ടുകൾ സമാഹരിക്കാൻ പറ്റും. പിന്നെ BJP ആണെങ്കിൽ വേറെ കാര്യമാണ്, അവർ ഷിൻഡനൊക്കെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയ ടീംസാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു
സെറ്റപ്പൊക്കെ ഒരുങ്ങി വന്ന ശശി തരൂരിന് ആദ്യ ടൈമൊക്കെ ചിലപ്പോൾ മുഖ്യമന്ത്രി ആക്കിക്കളയും. അതിനേക്കാളും സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ BJPയുടെ കൂടെ വെക്കാനാണ് സാധ്യത. അദ്ദേഹം UDF-ലേക്കോ LDF-ലേക്കോ പോകില്ല, അതിന് സാധ്യതയില്ല. LDF LDF-ൽ അങ്ങേർക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്ക് സെറ്റപ്പ് അറിയാം. കാരണം ഈ ശശി തരൂർ കോൺഗ്രസിനെതിരെ പടവാളെടുത്തപ്പോൾ ആദ്യത്തെ പ്രത്യേകിച്ചും LDF സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് വ്യാവസായിക മേഖലയിൽ പുതിയ സംരംഭങ്ങൾ, സ്റ്റാർട്ടപ്പുകൾ ഒക്കെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂരിൻ്റെ ആ ലേഖനം വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു ഒരു പക്ഷേ അദ്ദേഹം LDF അങ്ങനെ LDF-ന് അറിഞ്ഞൂടാത്തതുകൊണ്ട് അതങ്ങ് പുകഴ്ത്തിയൊക്കെ ചെയ്യാം. പക്ഷെ ആ സിസ്റ്റത്തിനുള്ളിലേക്ക് അത് കഴിഞ്ഞാൽ ലോകം വേറെ ഒന്നാണ്. അന്തം വിട്ട LDF നേതാക്കളും ശശി തരൂരിനെ സ്വാഗതം ചെയ്യുക പോലും അതൊക്കെ പോയി, അതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അവർക്ക് അങ്ങനെ ആ സിസ്റ്റം അങ്ങനെ ശ്വാസം മുടി ചത്തു. LDF സിസ്റ്റം നിങ്ങൾ എത്ര ലിബറൽ ആക്കിയാൽ അത് LDF സിസ്റ്റമാണ്. അതൊരു 10 വർഷത്തേക്കാൾ നിങ്ങൾ വലിയ മാറ്റം ചട്ടക്കൂട് സ്റ്റാലിനിസം അതങ്ങനെ തന്നെയാണ്. അവിടെ ശശിക്ക് നിൽക്കാൻ പറ്റില്ല. അദ്ദേഹത്തെ പോലെ ഈ ചിറകുകളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് അത്രയേറെ ബോധമുള്ള ഒരാൾ അതല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പോലെ അവിടെ നിന്ന് അറിയാനും പറ്റില്ല. ഇപ്പാണെങ്കിൽ പിന്നെ കുറച്ച് സേഫാണ്. പണ്ടൊന്നാണെങ്കിൽ തീരെ സേഫ് ആയിരിക്കില്ല അമ്മായി വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ട് BJP ആണ് സാധ്യത. അത് രണ്ടുപേരും ഗുണകരമാവും. അപ്പോൾ ഇദ്ദേഹം ഒരു പുതിയ പാർട്ടി രൂപീകരിക്കും എന്നൊരു അഭ്യൂഹം വളരെ ശക്തമാണ്. പക്ഷെ അങ്ങനെ അതിൻ്റെ മാർക്കറ്റ് സ്റ്റഡി നടത്തും, എന്നിട്ട് അങ്ങനെ ചെയ്യും. അതിനുള്ള സാധ്യതയും വിരളമാണ്. ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു പണിക്ക് ഇറങ്ങുന്നതിൻ്റെ അങ്ങനെ നല്ല പണിയെടുത്ത് ഇവിടെ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നതിന് എല്ലാ അതിന് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഒരുക്കി വെച്ചതിന് ശേഷമാണ് സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ശാന്തന് കുറച്ചൊക്കെ അറിയാലോ. ഓരോ ഘട്ടത്തിലും അങ്ങനെ ചെയ്യാറുണ്ട്. അല്ല, അന്ന് ലീഡറെ പോലെയുള്ളവരൊക്കെ വലിയ ലീഡർ മാത്രമല്ല, അല്ല അദ്ദേഹത്തിന് ഒരുപാട് പേര് സഹായം ചെയ്തു. അതായത് സ്ഥാനാർത്ഥിയായി വന്ന ആളുകളൊക്കെ നോക്കിയാൽ മതി. അതെ, എതിര് വന്നിട്ടുള്ളൂ. അല്ല, അന്ന് എനിക്ക് വളരെ ഇതായിട്ട് തോന്നിയത് BJP-ന്ന് O രാജഗോപാൽ മത്സരത്തിന് തയ്യാറായില്ല. മറ്റൊന്ന് ഇടതുപക്ഷം സ്പ്ലിറ്റായിട്ട് നീലലോഹിതദാസൻ നാടാർ അന്ന് കയറി മത്സരിച്ചു. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെ മത്സരിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തോ ഒരു അജണ്ടയുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇടതുപക്ഷത്തിൻ്റെ തോൽവി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെയുള്ള നീക്കം. മത്സരിച്ചില്ല പലരും. അതെ, ചിലര് മത്സരിക്കാതിരുന്നു, ചിലര് രാമചന്ദ്രൻ നായരാണ് മത്സരിച്ചത്. അതെ അതെ, CPI-യുടെ. അപ്പൊ അദ്ദേഹം പിന്നീട് അതുകൊണ്ട് തന്നെ ഈ CPI വിട്ട് പിണങ്ങി അദ്ദേഹം CPM-ലേക്ക് പോയി. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള പിന്നെ വന്നത് CPI-യിൽ ഏറ്റവും വിവാദം ഉണ്ടാക്കിയ സ്ഥാനാർത്ഥി ബെന്നറ്റ്. അത് 2014. ഇപ്പം പിന്നെ കഴിഞ്ഞ തവണ വന്നത് CPI-ന്റെ സ്ഥാനാർത്ഥി സി ദിവാകരനായിരുന്നു. പക്ഷെ അവരുടെ അതൊരു CPI-യുടെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് നീക്കാണ്. കാരണം വെച്ചാൽ തിരുവനന്തപുരം ലോക്സഭയിൽ പൊതുവെ ഈഴവരെ സ്ഥാനാർത്ഥി ആക്കില്ല. കാരണം അവിടുത്തെ ഈ മണ്ഡലത്തിന്റെ കിടപ്പ് അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു ഈഴവനെ സ്ഥാനാർത്ഥി ആക്കിയെന്നുള്ളത് അത് മാത്രമാണ് ഞാൻ അതിൽ കാണുന്നൊരു അതിനുള്ളൊരു ധൈര്യം കാണിച്ചു. പക്ഷെ അത് തരൂരിന് വലിയ ഗുണം ചെയ്തു. അതെ അതെ അതെ. ഈ തവണ പന്ന്യൻ പിന്നെ അവർക്ക് വെക്കാവുന്ന നല്ല സ്ഥാനാർത്ഥിയാണ്. വേറെ ഉള്ളത് ഉണ്ണികൃഷ്ണ ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ ഇപ്പോൾ സജീവല്ലാന്ന് തോന്നുന്നു. മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല. മുമ്പ് പന്ന്യൻ മത്സരിച്ച സമയത്ത് പഴയ കണിയാപുരത്തിന്റെ ശിഷ്യനാണ്. പണ്ട് പന്ന്യൻ മത്സരിച്ച സമയത്ത് ഞാൻ കേട്ടെങ്ങനെയാണ്, പന്ന്യൻ മത്സരിച്ച സമയത്ത് പന്ന്യനോടല്ല ഇങ്ങനോടാണ് മത്സരിക്കാൻ പോകുന്നത്. PKB മേടിച്ചപ്പോൾ വെളിയാശ ഇങ്ങനെ വേണ്ടാന്ന് വെളിയാശ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്ക് അതിൻ്റെ അത്രത്തോളം ശരിയാണ്. കാരണം എല്ലാവരും സീറ്റിന് വേണ്ടി അങ്ങോട്ട് അടക്കം ഉണ്ണിച്ചേട്ടെ സീറ്റ് വേണ്ടാന്ന് പറഞ്ഞു പോയാളാണ്. അതിന് ബുദ്ധി ചെയ്യും. നല്ല വായനക്കുള്ള ദേശീയ രാഷ്ട്രീയം അറിയാം. അതാ രാഷ്ട്രീയം അറിയാം. അപ്പം മൂപ്പര് പക്ഷേ ഈ അധികാര രാഷ്ട്രീയ കളിയിലും വലിയ താല്പര്യമില്ല മൂപ്പര് പക്ഷേ. അല്ല വേറെ ആരും ഞാൻ കാണുന്നില്ല ഇവിടെ CPI-യിൽ. ഇനിയിപ്പോൾ അവരാരും വളർത്തിക്കൊണ്ട് വരേണ്ടി വരും. പക്ഷെ പന്ന്യൻ മത്സരിച്ചിട്ട് പോലും ഒരു പ്രയോജനം ഉണ്ടായില്ല എന്നുള്ളതാണ്. അല്ല, അന്നത്തെ സാഹചര്യം അതായിരുന്നു. അത് പന്ന്യനും അറിയാം. പിന്നെ അത് ഇപ്പോഴത്തെ രാജീവ് വന്ന് ആദ്യ ഘട്ടത്തിൽ നമ്മൾ വിചാരിച്ച രാജീവ് വലിയ ഇമ്പാക്ട്. പക്ഷെ എനിക്കൊരു ആഴ്ച കൊണ്ട് മനസ്സിലായി രാജീവ് ഭയങ്കരമായിട്ട്. രാജീവിന് അവിടെ ആറ്റിങ്ങലിൽ കിട്ടിയ സപ്പോർട്ട്, BJP-യുടെ സപ്പോർട്ട് ഇവിടെ കിട്ടിയെന്ന് രാജീവ് ജയിക്കുകയായിരുന്നു. രാജീവ് കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു അവസാന ലാപ്പിനാണ് രാജീവിന്റെ ശക്തമായ പ്രചാരണം നടന്നത്. പതിവിന് വിപരീതമായിട്ട് കോവളത്ത് നെയ്യാറ്റിൻകരയിൽ പോലും വലിയ മുന്നേറ്റമാണ്. രാജീവ് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യ ഘട്ടത്തിലൊന്നും വലിയ പ്രചാരണം തിരുവനന്തപുരത്ത് നടന്നിട്ടില്ല. എനിക്ക് കൃത്യമായിട്ട് ഞാൻ സമയം ഒരു പ്രശ്നമാണ്. പക്ഷെ ആറ്റിങ്ങലല്ല, ആറ്റിങ്ങൽ കൃത്യമായ ചിട്ടയ പ്രവർത്തനം നടന്നു. ആ പ്രവർത്തനം നടന്നുകൊണ്ട് രാജീവ് ജയിക്കുകയായിരുന്നു. എനിക്ക് ഡാം ഷുവാണ് ഞാൻ ആ കാര്യത്തിൽ. അതുപോലെ മുമ്പ് രാജേട്ടൻ മത്സരം സിറ്റിയിലെ 4 മണ്ഡലങ്ങൾ BJP ഒന്നാമതാണ്. ഇവിടെ 3 എണ്ണത്തിലേ വന്നിട്ടുള്ളൂ. അപ്പം അതൊക്കെ കൊണ്ട് രാജീവ് തോറ്റത്. അപ്പം
രാജീവിൻ്റെ വരവ് സത്യത്തിൽ ശശി തരൂരിനല്ല ഇങ്ങനെ ബാധിച്ചു, പന്ന്യനെ, ഇടതുപക്ഷത്തെ. പിന്നെ CPI ചെയ്യേണ്ട അവർ നല്ല സ്ഥാനാർത്ഥികളെ, പുതിയ നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടാണ് അവർ പൊതുവേ ചെയ്യുന്നപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ആരെ കടമെടുത്തൊക്കെ സ്ഥാനാർത്ഥിയാക്കാറുണ്ട്. അതുകൊണ്ട് അവർക്ക് അധികാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തായാലും വൈകാതെ ഒരു തീരുമാനം ഉണ്ടാകും ശശി തരൂരിന്റെ കാര്യത്തിൽ എന്ന് നമുക്ക് എന്നാണ്. പക്ഷേ ശശി തരൂരിന് എനിക്ക് തോന്നുന്നു പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ശശി തരൂർ രാജീവ് ചന്ദ്രശേഖരൊന്നും ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കാതെയില്ല. അത് പ്രത്യേകിച്ച് ശശി തരൂർ കുറച്ചും കൂടി ഇമ്പൾസീവാണ്. അവർക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ട് അതെ. പിന്നെ ശശി തരൂർ കുറച്ചുകൂടി ഇമ്പൾസീവാണ്, രാജീവ് അത്രയും ഇമ്പൾസീവ് ആവില്ല, അനങ്ങിയല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.